यस्यैव स्फुरणं सदात्मकमसत्कल्पार्थकं भासते साक्षात् तत्त्वमसीति वेदवचस यो बोधयत्याश्रितान् यत् साक्षात्करणात् भवेन्न पुनरावृत्तिर्भवाम्भो निधौ तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये यस्यैव स्फुरणं सदात्मकमसत्कल्पार्थकं भासते साक्षात् तत्त्वमसीति वेदवचस यो बोधयत्याश्रितान् यत् साक्षात्करणात् भवेन्न पुनरावृत्तिर्भवाम्भो निधौ तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये ഈ സ്ഫുരണം, പ്രകാശം, അതുപോലെ സത്ത, ഇതെല്ലാം ആ പരമാത്മാവിൻ്റേതാണ്. പരമാത്മാവിന് മാത്രമേ സത്തയുള്ളൂ, പരമാത്മാവിന് മാത്രമേ പ്രകാശമുള്ളൂ, പരമാത്മാവ് മാത്രമാണ് പ്രിയം ആനന്ദവും. അതാണ് സച്ചിദാനന്ദ രൂപം എന്നാണ് പരമാത്മാവിനെ കുറിച്ച് നാം പറയുന്നത്. അപ്പോൾ ആ പരമാത്മാവിൻ്റെ സത്തയാണിപ്പോൾ കുടമുണ്ട് എന്ന് പറയുന്നു. കുടത്തിൽ ഭാസിക്കുന്നതായ തോന്നുന്നതായ സത്ത, ഉണ്മ എതിര ആ പരമാത്മാവിൻ്റേതാണ്. പരമാത്മാവിലാണ് കുടം നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വസ്തു കയറിൽ സർപ്പത്തെ നാം ആരോപിക്കുന്നു, അവിടെ സർപ്പം ഉണ്ട് നാം പറയുകയാണ്. യഥാർത്ഥത്തിൽ സർപ്പം അവിടെ ഇല്ല. അപ്പോൾ സർപ്പം ഉണ്ട് എന്ന് നാം പറയുന്നത് ഏതിൻ്റെ സത്തയാണ്? യഥാർത്ഥത്തിൽ കയറിൻ്റെ സത്തയാണ് സർപ്പത്തിൽ ഭാസിച്ചത്. കയറുണ്ട് അവിടെ. ആ കയറുള്ള സത്ത അതിൽ ആരോപിച്ചതായ വസ്തുവിൽ സർപ്പത്തിൽ ഭാസിക്കുമ്പോൾ സർപ്പമുണ്ട് എന്ന് നമുക്ക് തോന്നിയാണ്. അതുപോലെ ഈ കുടമുണ്ട്, മേശയുണ്ട്, കസേരയുണ്ടെന്ന് നാം പറയുന്നത് അവിടെയൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന സത്ത ആ പരമാത്മാവിലാണ്. പരമാത്മാവിലാണ് ഇതൊക്കെ ആരോപിച്ചിരിക്കുന്നത്. അത് പരമാത്മാവിൻ്റെ പ്രകാശമാണ് ഇവയിലുള്ളത്. അല്ല സ്വയം അവയ്ക്ക് പ്രകാശമില്ല, ജഡവസ്തുക്കൾ പ്രകാശിക്കാനൊക്കില്ല. അപ്പോൾ ജഡവസ്തുക്കൾ പ്രകാശിക്കണമെങ്കിൽ തീർച്ചയായും മറ്റൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടേ വെക്കൂ. അതാണ് യസ്യൈവ സ്ഫുരണം. യാതൊരു പരമാത്മാവിൻ്റെ സ്ഫുരണമാണോ സദാത്മകമിതം. അതുകൊണ്ടാണ് ഈ സത്തം, ഈ വസ്തു ലോകം സദാത്മകമാകുന്ന സത്താകുന്ന ആത്മാവോടുകൂടിയാണ്. ഇത് മുഴുവനും സത്ത പരമാത്മാവാകുന്ന ആത്മാവോടെയാണ്. അത് ഐതദാത്മ്യമിതം തര്യം സ ആത്മ തത്വമസി സ ആത്മാ തത്വമസി ക്ഷേതകേതോ എന്ന് പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിട്ട് ഈ സത്തായ പരമാത്മാവിനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ സദാത്മകമാണ് ഇത് മുഴുവനും. അതിൻ്റെ സ്ഫുരണമാണ് ഇത്. സദാത്മകമായ വസ്തുക്കളെല്ലാം സ്ഫുരിക്കുന്നത് ആ പരമാത്മാവിൻ്റേതാണ്. അതുപോലെ തന്നെ അസത്കൽപ്പാർത്ഥകം ഭാസതേ, അസത്തായി ഇല്ലാത്തതായ മുയൽക്കൊമ്പ് പോലെയുള്ള വസ്തുക്കൾ പോലും ഇതിൻ്റെ സത്ത കൊണ്ട് ഉണ്ടെന്ന് തോന്നുകയാണ്. അസത്കൽപ്പാർത്ഥം എന്ന് വെച്ചാൽ അസത്തായി ഇല്ലാത്തതായ പദാർത്ഥങ്ങളെല്ലാം ഈ സ്ഫുരണം കൊണ്ട്, പരമാത്മാവിൻ്റെ സ്ഫുരണം കൊണ്ട് പ്രകാശിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു അതുണ്ട് ഇതുണ്ടെന്നൊക്കെ തോന്നുകയാണ്. അതിലൊക്കെ യഥാർത്ഥത്തിൽ പരമാത്മാവിൻ്റെ സ്ഫുരണമാണ് ഇവരൊക്കെ ഉള്ളത്. അതുപോലെ അതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിലും, അതുകൊണ്ടാണ് വേദം ഉപനിഷത്ത് പറയുന്നു തത്വമസി. അതാണ് തത്വമസി എന്ന് ഉപയോഗിക്കുകയാണ്. തത് സാക്ഷാത്കരണാത് എന്നാണ്. സാക്ഷാത് തത്വമസീതി വേദവചസ യോ ബോധയത്യാശ്രിതാൻ. ആ പരമാത്മാവായ ഗുരു, പരമഗുരു നമ്മെ ബോധിപ്പിക്കുന്നു. ആശ്രിതന്മാരെ തന്നെ ആശ്രയിക്കുന്ന ശിഷ്യന്മാരെ ബോധിപ്പിക്കാൻ, ശിഷ്യനെ ബോധിപ്പിക്കുകയുള്ളൂ, ശിഷ്യനല്ലാത്ത ബോധിപ്പിക്കുന്ന കാരണം പറയുന്നത് ആവശ്യപ്പെടുന്നവന് വിദ്യ നൽകാവൂ. ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് ചെന്നാൽ, തന്നെ ആശ്രയിച്ചാൽ, തന്നെ സേവിച്ചാൽ അദ്ദേഹം നൽകും. അത് ചോദിക്കാതെ ഒരു കൊടുക്കാൻ പാടില്ലാത്ത 3 വസ്തുക്കളെക്കുറിച്ച് പറയാറുണ്ട്. അന്നം വിദ്യാച കന്യാച അനർത്ഥിഭ്യോ നദീയത എന്നാണ്. ചോറ് ആവശ്യമുള്ളവരെ വിശപ്പ് വലഞ്ഞു വരുന്നവന് കൊടുക്കണം, അല്ലാത്തവന് കൊടുത്തുകൊണ്ട് പ്രയോജനമില്ല. അതുപോലെ വിദ്യയും, എനിക്ക് വിദ്യ വേണമെന്ന് ഗുരുവിനെ ആശ്രയിക്കണം. ഗുരുവിൻ്റെ പാദമൂലങ്ങളിൽ ചെന്ന് നമസ്കരിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് എനിക്കിത് ഉപദേശിക്കണേ എന്ന് പറയണം. അതുപോലെ കന്യാദാനം, വിവാഹം ചെയ്ത് കൊടുക്കുന്ന, അതും ആവശ്യപ്പെടുന്നവരവനാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ അതുകൊണ്ട് ഇവിടെയും അതാണ് ആശ്രിതാൻ. തന്നെ ആശ്രയിക്കുന്നവർ, എനിക്കിത് കൂലിയേ ചെയ്തു എന്ന് ആശ്രയിക്കുന്നവരെ അദ്ദേഹം ബോധിപ്പിക്കുന്നത് തത്വമസി, നീ അതുതന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് എന്ന് വേദവചസ്സുകൊണ്ട് ഉപനിഷദ്വാക്യം കൊണ്ട് ബോധിപ്പിക്കുകയാണ്. അങ്ങനെ അത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം
അതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ തത്വമസി എന്ന് പറഞ്ഞു ഞാൻ ബ്രഹ്മമാണെന്ന് അനുഭവിക്കണം. ഈ വാക്കുകൊണ്ട് കേട്ടതുകൊണ്ടായില്ല, ഇത് ഞാനാണെന്ന് സ്വയം അനുഭൂതി ഉണ്ടാകുമ്പോൾ പിന്നെ അവനൊരിക്കലും ജനനമരണ രൂപമായ സംസാര സാഗരത്തിൽ പതിക്കേണ്ട പരിശോധിച്ചില്ല. അതുകൊണ്ട് ഗുരുവിൻ്റെ ആ വാക്യം കേട്ട് അതിനെ നല്ല ശരിക്ക് ഗ്രഹിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞാനതാണെന്ന് ധ്യാനം കൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവന് ജനനമരണ രൂപമായ സംസാര സാഗരമില്ല, ഒരിക്കലും അവൻ പതിക്കുകയുമില്ല. അതുകൊണ്ട് ആ പരമഗുരുവിൽ നിന്ന് ഈ വാക്ക് കേട്ട്, ഈ തത്വമസിന്ന് വാക്ക് കേട്ട് മനസ്സിലാക്കി ഇതിൽ നിന്നും സാക്ഷാത്കരിച്ച് ഈ സംസാര സാഗരത്തിൽ നിന്നും മോക്ഷം നേടാൻ നാം ശ്രമിക്കണം. അങ്ങനെ ആ ശ്രീ പരമാചാര്യ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കൊണ്ട് നമസ്കാരം.